നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രൊഡക്ഷനിൽ ജോലി ചെയ്യുന്നവർക്ക് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ കയറി നിരങ്ങാനുള്ള അധികാരം ഇല്ലാന്ന് പ്രിയൻ അറിയില്ലേ? ഞാൻ മാഡത്തെ തന്നെയാ കാണാൻ വന്നത്. എന്നെ കാണണമെങ്കിൽ ഫസ്റ്റ് പെർമിഷൻ വാങ്ങണമെന്ന് പ്രിയൻ അറിയില്ലേ? പെർമിഷൻ വാങ്ങാതെ ഒരിക്കൽ കൂടി പ്രിയൻ ഇതിനകത്ത് കാല് കുത്തിയ മാഡം എന്ത് ചെയ്യും? നീ ഇത് റിപ്പീറ്റ് ചെയ്യൂ, അപ്പൊ പ്രിയന് മനസ്സിലാവും. മാഡത്തിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അനുവാദം ചോദിക്കാതെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ കയറി വന്നാൽ എനിക്ക് എന്താ സംഭവിക്കുക? പ്രിയൻ പിന്നെ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. നിന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. മാഡം ഇതാണ് പറയാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. മാഡം എന്നെ പറഞ്ഞു വിടാനൊന്നും നിൽക്കണ്ട. ഞാൻ ഇനി ഈ കമ്പനിയിൽ കാലുകുത്തില്ല. കാലുകുത്താൻ ഞാൻ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇതെന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ഞാൻ ഈ ജോലി രാജിവെക്കാം. Come to my cabin. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പ്രൊഡക്ഷനിൽ പ്രിയൻ എന്ന പേരുള്ളൊരു സൂപ്പർവൈസർ ഉണ്ട്. എനിക്കറിയാം സാർ. പ്രിയനെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വരാൻ പറയൂ. ശരി സാർ. Come. എന്താ മാഡം? Please sit down. വേണ്ട. ഇരിക്കൂ പ്രിയൻ, നമുക്കിരുന്ന് സംസാരിക്കാം. വേണ്ട മാഡം, ഞാനിവിടെ നിന്നോളാം. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു ഡിസിഷൻ? റീസൺ അറിയണോന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നീ തന്ന റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ അപ്രൂവ് ചെയ്താം, നീ പുറത്താവും. പ്രിയൻ എന്തുകൊണ്ട് ഈ കമ്പനിയിൽ നിന്ന് പോയി എന്ന് കൈലാഷ് എന്നോട് ചോദിച്ചാ ഞാൻ ഈ ലെറ്റർ കാണിച്ചു കൊടുത്താ മതി. പക്ഷേ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണോ പ്രിയൻ ജോലി റിസൈൻ ചെയ്തതെന്നൊരു ചോദ്യം വന്ന അല്ലാന്ന് ഞാൻ പറഞ്ഞ കൈലാഷ് അത് വിശ്വസിക്കണമെന്നില്ല. കൈലാഷ് ചോദിക്കുമ്പോ ഞാൻ കാരണം പറയണ്ടേ? അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു ഡിസിഷൻ? 4 വർഷത്തോളമായി ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരേ ജോലിയല്ലേ എന്നും ചെയ്യുന്നത്. മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുമല്ലോ. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ വെറും പഴഞ്ചനായി പോവും. എനിക്ക് പഴഞ്ചനാവാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ജോലി രാജിവെക്കുന്നത്. ഈ എക്സ്പ്ലനേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം കൺവിൻസിംഗ് ആണ്. കാരണം പ്രിയൻ ഈ കമ്പനിയിൽ ഉണ്ടാവണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. എനിക്കറിയാം മാഡം, ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പോകണമെന്ന് മാഡം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ മാഡത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്റെ സന്തോഷത്തിന് വേണ്ടിയാ. ഇവിടെ പ്രിയന്റെ സാറ് കൈലാഷ് അല്ലേ? ഞാനും കരുണാകരനും ഒക്കെ പ്രിയന്റെ കണ്ണിലെ കരടുകളും. ഇത് നീ കൈലാഷിന്റെ കൈ കൊണ്ട് കൊടുക്കാതെ എന്റെ കൈ തന്നത് പ്രിയന്റെ ഒരു പ്ലാൻ ആണെന്ന് ഞാൻ പറഞ്ഞ. പ്ലാനോ? എന്ത് പ്ലാൻ? ഇത് ഞാൻ പ്രിയനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്ലാൻ. ഞാൻ ആരെയും ചതിക്കാറില്ല മാഡം.
മാഡം എല്ലാം ആര് നിർബന്ധിച്ചാലും ഭീഷണിപ്പെടുത്തിയ പോലും പ്രിയൻ വഴങ്ങില്ലെന്ന് കൈലാഷ് സാറിനും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പ്രിയനിത് കൈലാഷിന്റെ കയ്യിൽ കൊടുക്കാതെ എന്റെ കയ്യിൽ തന്നതിന്റെ റീസൺ ആണ് ഞാൻ പ്രിയനോട് ചോദിച്ചത്. മാഡം ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നത് മാഡമാണ്. ജോലി രാജിവെച്ച് പോകുമ്പോഴും മാഡത്തെ അറിയിക്കുന്നതല്ല എന്റെ ശരി. മാത്രമല്ല മാഡം ഈ കമ്പനിയുടെ CEO ആണല്ലോ. പ്രിയന്റെ റെസിഗ്നേഷൻ അപ്രൂവ് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രിയന് കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കൃത്യസമയത്ത് തന്നെ കിട്ടിയിരിക്കും. ഒരു ഡിലേയും ഉണ്ടാവില്ല. ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഒരു കാര്യം, പ്രിയൻ റിസൈൻ ചെയ്തത് കൈലാഷിനോടോ കൂടെ ജോലി ചെയ്തവരോടോ ആരോടും പ്രിയൻ പറയാൻ പാടില്ല. ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആരോടും ഒരക്ഷരം മിണ്ടാതെ പ്രൊഡക്ഷൻ സെക്ഷനിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ പോക്കങ്ങ് പോയേക്കണം. ഡു യു അഗ്രി? ഞാൻ റിസൈൻ ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ല എന്നത് മാഡത്തിന്റെ ആവശ്യമല്ല, എന്റെ ആവശ്യം. അതുകൊണ്ടാ ഞാൻ വേറെ എവിടെയും പോവാതെ നേരെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ വന്ന് മാഡത്തിന്റെ കയ്യിൽ റെസിഗ്നേഷൻ ലെറ്റർ തന്നത്. ഇനി ഈ കാര്യം മാഡം ആരോടും പറയരുത്. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്.